ഈ മലബന്ധം സംബന്ധിച്ചിട്ടുള്ള യൂട്യൂബ് വീഡിയോസ് ഞാൻ കാണുമ്പോൾ പ്രോപ്പറായിട്ട് ആരും ഇതിന് പറഞ്ഞു കൊടുക്കാറില്ല. എന്ത് ചികിത്സയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അവർ കൂടുതലും പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് ചികിത്സാ രീതികളൊന്നും ഇല്ല. ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതായത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയും. പക്ഷേ ശരിക്കും മാം ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഇതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നത്. ഇത് പലർക്കും അറിയത്തില്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ മാംസാഹാരങ്ങൾ അധികമായി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതുമായിട്ട് സംബന്ധിച്ച് അങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നു എന്ന് പറയുന്നു. അപ്പോൾ അത് എത്രത്തോളം? കാരണം മാംസാഹാരത്തിൽ ഈ പറഞ്ഞ കണക്ക് നമുക്ക് വെജിറ്റബിൾ കഴിച്ചാൽ മാത്രമേ അതിനകത്ത് നാരുള്ളൂ. 2 തരം നാരുണ്ട്, സോല്യൂബിൾ ഫൈബറും ഇൻസോല്യൂബിൾ ഫൈബറും. ഇതെല്ലാം നമുക്ക് വെജിറ്റേറിയൻ സോഴ്സിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ മാംസാഹാരം കഴിക്കുന്നവരുടെ കാര്യം ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്, ഒരു ചിക്കൻ കറിയും ഉണ്ട്, ഒരു മട്ടൻ കറിയും ഉണ്ടെങ്കിൽ ചോറും കഴിക്കും. വെജിറ്റബിൾ ഒന്നും വേണം നിർബന്ധമില്ല. പക്ഷെ ഒരു വെജിറ്റേറിയൻ അങ്ങനെയല്ല, 2-3 വെജിറ്റബിൾസ് എന്തായാലും കാണും ഒരു മീലിൽ. അപ്പൊ പലപ്പോഴും എന്താ പറ്റുന്ന വെച്ചാൽ നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർക്ക് ഈ നോൺ വെജിറ്റേറിയൻ ഫുഡിൽ ഈ നാരില്ലാത്തത് കൊണ്ട് തന്നെ അതും ഈ ഒരു കോൺസ്റ്റിപ്പേഷന് കാരണമാവും. സെക്കൻഡ് തിങ്, പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം വെച്ചാൽ നോൺ വെജിറ്റേറിയൻ ഫുഡ് മിക്കവാറും ഫ്രൈഡ് ആയിട്ടൊക്കെ ആയിരിക്കും കഴിക്കുന്നുണ്ടാവും. അപ്പോൾ എണ്ണ ചൂടാക്കുന്ന സമയത്ത് ഈ എണ്ണ നമ്മുടെ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും. ആ സമയത്താണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കുന്നതും കുറച്ച് കെമിക്കൽസ് ഉണ്ടാവും. ഈ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല, കോശങ്ങൾക്ക് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഓക്സിജൻ ഫ്രീ റാഡിക്കൽസ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പം അതും ഉണ്ടാകുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ നിരന്തരം ഇങ്ങനെ ഫ്രൈഡ് ഫുഡ് കഴിക്കുവാണെങ്കിൽ നമുക്കത് കോശങ്ങളെ ദോഷം ചെയ്യും.